എന്തിനാണ് CPM ഷാഫി പറമ്പിലിനെ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാലക്കാടിൻ്റെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയുടെ ജനപ്രതിനിധിയായി മാറിയതിനു ശേഷം എന്തുകൊണ്ട് CPM ഇത്രയേറെ ഷാഫി പറമ്പിലിനെ ഭയപ്പെടുകയും ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും പരമാവധി മുതലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാടിൻ്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ ഇപ്പോൾ തീർക്കുന്നത് വിസ്മയകരമായിട്ടുള്ള ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുകയാണ് ഈ ജനപ്രതിനിധി. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലേറുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായിട്ട് അവർ കണക്കാക്കുന്നു. എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ തേരോട്ടം ആ കോഴിക്കോട് ജില്ലയിലുടനീളം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. CPMൻ്റെ കണ്ണിലെ കരടായി ഷാഫി പറമ്പിൽ എന്ന ജനകീയ പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമയായ വ്യക്തി മാറിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ കൂത്തുപറമ്പ്, വടകര, തലശ്ശേരി, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര തുടങ്ങിയ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഷാഫി പറമ്പിൽ തരംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് CPMന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു സാമാന്യ വിജയത്തോടുകൂടി അത് അവസാനിപ്പിച്ചു എന്ന് വിലയിരുത്തുവാൻ കഴിയില്ല എന്ന് CPMൻ്റെ വിവിധ ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും യോഗം ചേർന്ന് തീരുമാനമെടുത്തത് അത്തരത്തിലാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച കേരളത്തിലെ സ്ഥാനാർത്ഥി, അതും വനിതാ നേതാവ് കൂടിയായ KK ശൈലജയെ 1,14,000 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് തുന്നം പാടിപ്പിച്ച്, അതും കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകളും കോവിഡ് മഹാരക്ഷക എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായി കടന്നുവന്ന KK ശൈലജ ടീച്ചർ പോലും ഇപ്പോൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നുണ്ടാകും. ഈ 1,14,000 എന്ന ചരിത്ര ഭൂരിപക്ഷം, അതും വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ട കൊത്തളങ്ങളായിട്ടുള്ള അനവധി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര. അവിടെ ഷാഫി പറമ്പിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നിങ്ങോട്ട് ശക്തമായ രീതിയിലുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും ലീഗിൻ്റേതടക്കമുള്ള സംഘടനാ പ്രവർത്തനങ്ങളും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് CPMനെ അലോസരപ്പെടുത്തുന്ന കാര്യം. പറമ്പിലിൻ്റെ ഈ ജനകീയ ശൈലി വടകര പാർലമെൻറ്റ് മണ്ഡലത്തെ മാത്രമല്ല, തൊട്ടടുത്ത് കിടക്കുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങളെ ഒന്നാകെ, മലബാറിലൊന്നാകെ UDF തരംഗത്തിന് വഴിവെച്ചേക്കും എന്ന നിലയിൽ CPM ശക്തമായ വിലയിരുത്തലുകൾ നടത്തുന്നു. ഇത്തരം ജനകീയ പ്രവർത്തനങ്ങളുമായിട്ടും മനസ്സുകളിലേക്ക് ഇടിച്ചു കയറുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഷാഫി പറമ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ഒന്നാകെയുള്ള സാധ്യതകളെയും പൂർണ്ണമായിട്ടും തകർക്കപ്പെടുമെന്ന് CPM വിലയിരുത്തുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യുവാനുള്ള പുതിയ അടവുകളുമായിട്ട് CPM ഓരോ ദിവസവും മുന്നോട്ട് വരുവാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും കൊടുക്കാമെന്ന ആസൂത്രണത്തോടുകൂടി DYFIയും കുട്ടിസഖാക്കളും മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് വടകര ടൗണിൽ വെച്ച് ഷാഫി പറമ്പിലിനെ തടഞ്ഞതും. എന്നാൽ ആ തടയലിനെ തുടർന്ന് ഷാഫി പറമ്പിൽ ഓടിയൊളിക്കാതെ ആ കാറ് തുറന്നുകൊണ്ട് വന്ന് ആ തെറിയഭിഷേകം നടത്തിയ കുട്ടിസഖാവിനോട് ചോദിച്ചു, മാന്യമായി നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ ഞാനും സമരത്തിലൂടെ കടന്നു വന്ന KSUവിലും യൂത്ത് കോൺഗ്രസ് ദിവസങ്ങളിൽ ഷാഫി പറമ്പിലിനെ ഏതൊക്കെ തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാനും തേജോവധം ചെയ്യുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നുവോ അവയെല്ലാം പരമാവധി മുതലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള CPMൻ്റെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക്